കംപ്ലീറ്റ് ആക്കിയോ? ഓക്കെ, മിസ് അത് കംപ്ലീറ്റ് പഠിപ്പിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ അർത്ഥം എഴുതാൻ തുടങ്ങി. അപ്പൊ നോട്ട്ബുക്കിൽ നിങ്ങൾ ഏതുവരെ അർത്ഥം മീനിങ് എഴുതി? ഫുള്ളിന്റെ അർത്ഥം എഴുതി. നമുക്ക് ക്വസ്റ്റ്യൻസിൽ പറയാം അല്ലെ, ആക്ടിവിറ്റീസ് പറയും. അതില് രണ്ടാമത്തത് ഉത്തരം കണ്ടെത്താം അല്ലെ. കൂട്ടുകാർ മാളുവിനെ വെള്ളക്കാരി എന്ന് വിളിച്ച് കളിയാക്കാൻ കാരണം എന്തായിരുന്നു? കാരണം അവൾക്ക് വെള്ളത്തോട് അത്രമാത്രം സ്നേഹമായിരുന്നു. അവൾക്ക് വെള്ളത്തോട് അത്രമാത്രം സ്നേഹമായിരുന്നു. അവൾ ഒരുപാട് നേരം വെള്ളം കോരിക്കളിക്കും. പിന്നെന്ത് ചെയ്യും? പല്ല് തേക്കാൻ പോയാൽ വെള്ളം കവിൾ കൊണ്ട് സമാധാനമാവില്ല. അതുകൊണ്ടാണ് കൂട്ടുകാര് വെള്ളക്കാരി എന്ന് വിളിച്ച് മാളവിനെ കളിയാക്കാൻ കാരണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നക്ഷത്രങ്ങൾക്ക് പോലും വെള്ളത്തുള്ളിയോട് അസൂയ തോന്നിയത് എന്തുകൊണ്ട്? നക്ഷത്രങ്ങൾക്ക് പോലും വെള്ളത്തുള്ളിയോട് അസൂയ തോന്നിയത് സുന്ദരിയായിരുന്നു. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾക്ക് പോലും വെള്ളത്തുള്ളിയോട് അസൂയ തോന്നിയത് അല്ലെ. വെള്ളത്തുള്ളി വളരെ സുന്ദരിയായിരുന്നു. എവിടെയുള്ള സമയത്തായിരുന്നു? അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിലായിരുന്നു അല്ലെ വെള്ളത്തുള്ളി. ഓക്കെ, കേൾക്കുന്നില്ലേ മക്കളെ? ഇല്ലേ? ഓക്കെ, അപ്പോ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിലായിരുന്നു വെള്ളത്തുള്ളിയുടെ ജന്മം. ആ സമയത്ത് വളരെ സുന്ദരിയായിരുന്നു. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾക്ക് പോലും അസൂയ. ഇനി മൂന്നാമത്തെ എന്താ നോക്കിയേ? എന്താ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? വായിച്ചേ. അഭിമാനം തോന്നിയത് എപ്പോഴായിരുന്നു? അനേകം പേർ ഒരിടത്ത് മുങ്ങിപ്പൊങ്ങുന്നത് കണ്ടു അല്ലെ. അവരെല്ലാം എവിടെയായിരുന്നു? ഭക്തിപൂർവം ഗംഗാ നദിയില് അനേകം പേർ മുങ്ങിപ്പൊങ്ങുന്നത് കണ്ടു. അവരെങ്ങനെയാ? വെള്ളത്തുള്ളികളെ ആരാധിച്ചു. ആ സമയത്താണ് വെള്ളത്തുള്ളിക്ക് അഭിമാനം തോന്നിയത്. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ്, വെള്ളത്തുള്ളിക്ക് മനോഹരമായി നിറം നൽകിയത് എന്ത്? എന്താ? വെളുത്ത മേഘങ്ങൾ അല്ലേ. ഞങ്ങളല്ലേ പഠിച്ചേ? വെള്ള മേഘങ്ങളായി സഞ്ചരിക്കുമ്പോഴാണ് വെള്ളത്തുള്ളിക്ക് നിറം നൽകിയത് അല്ലേ. ഓക്കെ, ഇന്ന് ആർക്കും ആൻസർ ഒന്നും കിട്ടാത്തേ? മഴയായി പെയ്ത വെള്ളത്തുള്ളി വീണത് എവിടെയായിരുന്നു? കടലിൽ. പിന്നെ പൂവിലായിരുന്നു. ലാസ്റ്റ് പറഞ്ഞ എങ്ങനെയാ? മഴയായി വീഴാൻ തുടങ്ങി. നോക്കിയേ, കാറ്റ് പിന്നെയും വീശി. എവിടെയാ നോക്കിയേ? ആ ലാസ്റ്റ് 36 പേജ് നമ്പറില് കാറ്റ് പിന്നെയും വീശി. അതിൽപ്പെട്ട് ഞാൻ മുമ്പോട്ട് നീങ്ങി. വേഗത കൊണ്ട് തിരിഞ്ഞു നോക്കാൻ പോലും കഴിഞ്ഞില്ല. എന്റെ മുമ്പിലും അനേകം പേർ പായുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ സഞ്ചാരം നിലച്ചു. ആകാശം ഇരുണ്ടു. 1-2 നിമിഷങ്ങൾക്കുള്ളിൽ എന്റെ ഭാരം വർദ്ധിച്ചു. എനിക്ക് നന്നായി തണുത്തു. ഞാൻ കൂട്ടുകാരിൽ നിന്നും വേർപെട്ടു. ചുറ്റും കണ്ണോടിച്ചപ്പോൾ കൂട്ടുകാരും എന്നെ പോലെ തന്നെ. ഞൊടിയിടയിൽ ഞങ്ങൾ ഒന്നിച്ചു വീഴാൻ തുടങ്ങി. ദൈവാനുഗ്രഹത്താൽ ഞാൻ വീണത് ഒരു പൂവിനകത്താണ് അല്ലെ. എവിടെയാ വീണത്? പൂവിനകത്ത് വീണു അല്ലെ. മഴയായി പെയ്ത വെള്ളത്തിൽ പൂവിനകത്ത് വീണുന്നുണ്ട്. പിന്നെ തൊട്ട് മുന്നേ പറയുന്നുണ്ട് കടലിൽ വീണു. അപ്പൊ നമുക്ക് ഏതും എടുക്കാം, പൂവിനകത്ത് ഉപയോഗിക്കാം അല്ലെ. പിന്നെ നമ്മൾ ഇലയിലേക്ക് വന്നു. അപ്പൊ മാളു കാണുന്ന എവിടെ വെച്ചാണ് വെള്ളത്തുള്ളിയെ? വെള്ളത്തുള്ളി വീണത് പൂവിലാണെന്ന് എഴുതാം അല്ലെ. നെക്സ്റ്റ് നോക്കിയ മൂന്നാമത്തെ ആക്ടിവിറ്റീസ് പിരിച്ചെഴുതാം. മാതൃക പോലെ പദങ്ങൾ പിരിച്ചെഴുതുവാന്നുണ്ട്. എന്താ ആദ്യത്തെ മാതൃക? മഴത്തുള്ളി. മഴ അധികം തുള്ളി, മഴത്തുള്ളി. ഇനി മുങ്ങിപ്പൊങ്ങി. എങ്ങനെയാ? മുങ്ങി പൊങ്ങി. മുങ്ങി
മുങ്ങി എഴുതിക്കോ മക്കളെ. ഇന്ന് മിസ് അത് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. മുങ്ങി അധികം പൊങ്ങി. ശ്രദ്ധിച്ചെഴുതു കേട്ടോ. മുങ്ങി അധികം പൊങ്ങി. ഇപ്പ വേണ്ട, പൊങ്ങി. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കിയേ. ഓടിക്കൂടി. ഓടി ഓടി കൂടി. ഓടി അധികം ഓടി അധികം കൂടി. ഓടിക്കൂടി. അത് എഴുതിയോ മക്കളെ? രണ്ടെണ്ണം. ഓക്കെ, നെക്സ്റ്റ് പദങ്ങൾ നിർമ്മിക്കാം. പദങ്ങൾ നിർമ്മിക്കാം. മഴത്തുള്ളി കഥ തുടർന്നു. മഴത്തുള്ളി എന്ന പദം പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ മഴ വിശേഷണമായി വരുന്ന പദങ്ങൾ നിർമ്മിക്കുക. അതാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാ വരുക മക്കളെ? മഴമേഘം, മഴവില്ല്. വെരി ഗുഡ്. മഴവില്ല്, മഴക്കാറ്. ഇതല്ലേ വേണമെങ്കിൽ മഴവില്ല്, മഴക്കാറ്, മഴക്കാലം. നെക്സ്റ്റ് മിസ് നാലാമത്തെ ആക്ടിവിറ്റിയാ പറയുന്നേ. അപ്പൊ അതുകൂടി എഴുതിക്കോ. മഴവില്ല്, മഴക്കാറ്, മഴക്കാലം എഴുതാം. അതിനുശേഷം മഴക്കാറ്. മിസ് അവിടെ തന്നെ കോമ ഇട്ടിട്ട് മഴക്കാരെന്ന് എഴുതി കുഴപ്പമുണ്ടോ? കാണുന്നില്ലേ? എന്ത് മോളെ? ആരാ ചോദിച്ചേ? മിസ് മഴവില്ലെന്ന് എഴുതിട്ട് അവിടെ ഒരു കോമ ഇട്ടിട്ട് അവിടെ തന്നെ മഴക്കാലം. മതി മതി മതി. അല്ല, അവിടെ ഡാഷ് ഉണ്ടല്ലോ മക്കളെ. ഇതാ ഇവിടെ വിട്ടിട്ടുണ്ടല്ലോ 3 ലൈൻസ് ടെക്സ്റ്റില്. കണ്ടോ? ഓക്കെ, അവിടെ എഴുതിക്കോ കേട്ടാ. ഞാനിവിടെ സ്ഥലമില്ലെടുത്ത് എഴുതുന്നേ ഉള്ളൂ. നിങ്ങൾ അതുപോലെ ആ ലൈൻസ് തന്നെ എഴുതിക്കോ. മഴക്കാറ്. ഓക്കെ, എഴുതിയോ? എഴുതി കഴിഞ്ഞിട്ട് കളയുന്നില്ല കേട്ടോ. എഴുതി വേഗേ. Miss finish. Finish ആണോ? Yes. ഓക്കെ മക്കളെ, നെക്സ്റ്റ് നോക്കിയേ. അഞ്ചാമത്തത്. ഇത് കളയട്ടെ.
യെസ്. അഞ്ചാമത്തെ നോക്കട്ടെ. യെസ്. അഞ്ചാമത്തത് മാതൃകയിലേതുപോലെ വാക്യങ്ങൾ ശരിയായി എഴുതാം. മാതൃകയിലേതുപോലെ വാക്യങ്ങൾ ശരിയായി എഴുതാം എന്നാണ് അല്ലേ? അതിൽ നോക്കിയേ, മാളു വെള്ളത്തുള്ളി നോക്കി. മാളു വെള്ളത്തുള്ളിയെ നോക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നെക്സ്റ്റ്, കുട്ടി അമ്മ വിളിച്ചു. അപ്പൊ എന്ത് ചെയ്യണം മക്കളെ? എന്താ എഴുതേണ്ടത്? അമ്മയെ വിളിച്ചു. കുട്ടി അമ്മയെ വിളിച്ചു. എഴുതിക്കോ. താഴെ എഴുതേണ്ടത് കുട്ടി അമ്മയെ വിളിച്ചു. എന്ന് വരും. ഇത് ക്ലിയർ ചെയ്യുന്നേ. കുട്ടി അമ്മയെ വിളിച്ചു. അവിടെ സ്ഥലമില്ലാത്തോണ്ട് മിസ് താഴെ എഴുതുന്നുണ്ടേ. അലൻ മാത്യു, ദിലീപും അലൻ പി സാംസറൊക്കെ വീഡിയോ ഒന്ന് ഓണാക്കിയിരുന്നേ മക്കളെ. നെക്സ്റ്റ് നോക്കിയേ മക്കളെ, മാതൃക. വെള്ളത്തുള്ളി മാളു കഥ പറഞ്ഞു. വെള്ളത്തുള്ളി മാളുവിനോട് കഥ പറഞ്ഞു എന്നാ വേണ്ടത് അല്ലേ? അതേപോലെ താഴെ എങ്ങനെ എഴുതണം? കുട്ടി അമ്മ ചോദിച്ചു. അമ്മയോട് ചോദിച്ചു. അമ്മയോട്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ എങ്ങനെയാ വേണ്ടേ? കുട്ടി അമ്മയോട് ചോദിച്ചു. കുട്ടി അമ്മയോട്. ചോദിച്ചു. ചായാലും വൃത്തിയതിനെ മിസ്സിനോട് എഴുതും വൃത്തിയാവുന്നില്ല. കുട്ടി അമ്മയോട് ചോദിച്ചു. നെക്സ്റ്റ് എന്താ മക്കളെ? മാളു വെള്ളത്തുള്ളി വാക്കുകൾ കേട്ടു. മാളു വെള്ളത്തുള്ളിയുടെ വാക്കുകൾ കേട്ടു. അപ്പൊ താഴെ എങ്ങനെ വരും? കുട്ടി അമ്മയുടെ കൈ പിടിച്ചു. കുട്ടി അമ്മയുടെ അല്ലെ? കുട്ടി അമ്മയുടെ കൈ പിടിച്ചു എന്നാണ്. കുട്ടി അമ്മയുടെ കൈ പിടിച്ചു. കൈ പിടിച്ചു. ഓക്കേ. അപ്പൊ കുട്ടി അമ്മയുടെ കൈ പിടിച്ചു. അത്ര എഴുതിയോ മക്കളെ? എഴുതിക്കോ, എല്ലാവരും വേഗം എഴുതിക്കോ.
കഴിഞ്ഞോ മക്കളെ? Yes. ഓക്കെ. ഇനി ആറാമത്തെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് എഴുതേണ്ടത് അല്ലെ? ആറാമത്തെ ആക്ടിവിറ്റീസ് എന്താ നോക്കിയേ? എതിർ പദങ്ങൾ കണ്ടെത്തി വാക്യങ്ങൾ നിർമ്മിക്കാം. എതിർപദങ്ങൾ എന്തൊക്കെയാ നോക്കിയേ? അടിവരയിട്ട പദങ്ങളുടെ എതിർപദങ്ങൾ കണ്ടെത്തി അവ ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കുക. എക്സാമ്പിള്, എന്റെ കൂട്ടുകാർ മുന്നോട്ട് പോയി. എതിർപദം മുന്നോട്ടിന്റെ ഏതാ എതിർപദം മക്കളെ? പിന്നോട്ട്. പിന്നോട്ട്. അടുത്തത്, പെട്ടെന്ന് ഞാൻ പിന്നോട്ട് നടന്നു. ഒരു വാക്യം നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതാണ് ചെയ്തത്. പെട്ടെന്ന് ഞാൻ പിന്നോട്ട് നടന്നു. ഇനി, ഞാൻ ശക്തിയായി മേലോട്ട് ഉയർന്നു. അതിന്റെ എതിർപദം എന്താ? മേലോട്ട്. അതിന്റെ താഴോട്ട്. അവിടെ എതിർപദം നിലെടുത്ത് നിങ്ങൾ താഴോട്ട് എന്ന് എഴുതി വെച്ചേ. എതിർപദം എഴുതി 2 കുത്തിട്ടിട്ടുണ്ടോ? അതിന് നേരെ താഴെ നമുക്കൊരു പദം ഉണ്ടാക്കണത്രേ. അതുകൊണ്ട് ആ ഡോട്ട് അവിടെ ശരിക്ക് ആ വര കളയല്ല, തൊട്ട് മേലെ എതിർപദം എഴുതി 2 കുത്തിട്ടെടുത്ത് താഴോട്ട് എഴുതിയോ? ഓക്കെ. നിങ്ങളൊരു കാര്യം കൂടി ചെയ്യണം മക്കളെ. നോട്ട്ബുക്കില് എതിർപദങ്ങളിൽ ഹെഡിങ് എഴുതുക, അല്ലെങ്കിൽ എതിർപദം എഴുതുക. ഇപ്പൊ തന്നെ എഴുതിക്കോ. അർത്ഥം എഴുതി കഴിഞ്ഞല്ലേ? എടുത്തോ നോട്ട്ബുക്ക് എടുത്തിട്ട്. കേൾക്കുന്നില്ല സെൽന? എതിർപദം എഴുതിക്കോ. ഇപ്പൊ തന്നെ നോട്ടിൽ എഴുതിക്കോ. എതിർപദങ്ങൾ ഹെഡിങ്. ക്വസ്റ്റ്യൻസ് എന്നിട്ട് എഴുതാ നമുക്ക്. ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അതിന് കുഴപ്പമില്ല. ആ പാഠത്തിന്റെ അർത്ഥം എഴുതുക, അതിന് താഴെ ഓപ്പോസിറ്റ് വേർഡ് എഴുതിക്കോ. എതിർപദങ്ങൾ എഴുതിക്കോ. ഹെഡിങ് മിസ് എഴുതി തരാം വേണമെങ്കിൽ. ഞാൻ അത് ഇന്ന് ക്ലാസ്സിലുള്ള കുട്ടിയൊക്കെ എഴുതി കൊടുത്തിനെ, അപ്പൊ നിങ്ങൾക്ക് എഴുതി തരണ്ടേ? അപ്പൊ ഇത് ക്ലിയർ ചെയ്യുന്നേ. ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യുക? ഹെഡിങ് എഴുതുക. നോട്ടിൽ നല്ല വൃത്തി എഴുതണം. നിങ്ങൾ എഴുതി ബാക്കി വെച്ചതിന്റെ അടുത്ത് തന്നെ എഴുതുക. എതിർപദങ്ങൾ. എതിർപദം എഴുതുക എന്ന് എഴുതിയാലും മതി, എതിർപദങ്ങൾ എന്ന് എഴുതിയാലും മതി. എതിർപദങ്ങൾ. എന്നിട്ട് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യും. എന്നിട്ട് എന്ത് എഴുതുക? ഫസ്റ്റ് വൺ, മുന്നോട്ട്. മുന്നോട്ട്. ഓപ്പോസിറ്റ് വേർഡ് എഴുതുമ്പോ എങ്ങനാ? ഇൻഡു അല്ലെ? ഇൻഡു അല്ലേ ഇല്ല നമ്മള്? മുന്നോട്ട്, പിന്നോട്ട്. മുന്നോട്ട്, പിന്നോട്ട്. നെക്സ്റ്റ് എന്താ? മേലോട്ട്. എഴുതി കഴിഞ്ഞോ നിഹാര? താഴോട്ട്. നിങ്ങൾ നല്ല നീറ്റിൽ എഴുതണേ. മിസ്സിന് മൗസ് കൊണ്ട് ഇത്രേ പറ്റുന്നില്ലൂടാ. വേഗം എഴുതുമ്പോ താഴോട്ട്. അടുത്ത എന്താ നോക്കിയേ? വലത്തോട്ട്. വലത്തോട്ടിന്റെ എന്താ? ഇടത്തോട്ട്. ഇടത്തോട്ട്. ഓക്കെ.
ഇടത്തോട്ട് ഇത്തയാണേ, ക്ലിയർ ഇല്ല, ഇത്തയാണ് മക്കളെ ഇടത്തോട്ട്. അപ്പൊ എതിർപദങ്ങൾ മുന്നോട്ട്, പിന്നോട്ട്, മേലോട്ട്, താഴോട്ട്, വലത്തോട്ട്, ഇടത്തോട്ട്. നിങ്ങൾ എഴുതുമ്പോ ഇൻഡു മാർക്കിൽ ഒരേ ലെവലിൽ വരണം, നല്ല വൃത്തി എഴുതണം കേട്ടോ. ഈ ടെസ്റ്റിൽ എതിർപദങ്ങളുടെ ലാസ്റ്റ് കുട്ടികളുടെ വാഹനം വലത്തോട്ട് തിരിഞ്ഞുകൊണ്ട് തടെ എതിർപദത്തിന്റെ അവിടെ എടുത്തോട്ടെന്ന് എഴുതട്ടെ. ആടെ എതിർപദം എഴുന്നിട്ട് ഇടത്തോട്ട് എഴുതണം. പിന്നെ ഓരോ വാക്യം നിർമ്മിക്കാനും കൂടെ നമുക്ക് ഉണ്ടത്ര, അത് ചെയ്യാട്ടോ. ഇവിടെ ചെയ്യാണ്ടല്ലോ, ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ട് കണ്ടില്ലേ, മാതൃക തന്നിട്ടില്ലേ, പെട്ടെന്ന് ഞാൻ പിന്നോട്ട് നടന്നു. അതേപോലെ തന്നെ രണ്ടെണ്ണം കൂടെ ചെയ്യാനുണ്ട് നമുക്ക്. താഴോട്ട് നിന്ന് വരുന്ന ഒരു പദം നമ്മൾ നിർമ്മിക്കണം. എന്താ എഴുതണ്ടേ? ഞാൻ താഴോട്ട് നോക്കി നിന്നു, അല്ലെ? വേണം എഴുതി കൂടെ. ഞാൻ ശക്തിയായി മേലോട്ട് ഉയർന്നു, ഞാൻ താഴോട്ട് നോക്കി നിന്നു എന്നതാണെങ്കിൽ, അല്ലേ? പിന്നെ അടുത്തത് ഏതാ? കുട്ടികളുടെ വാഹനം വലത്തോട്ട് തിരിഞ്ഞു. പിന്നെന്താ പറയണ്ടേ? എന്റെ കൂട്ടുകാർ ഇടത്തോട്ട് തന്നെ നോക്കി. അല്ലെങ്കിൽ കൂട്ടുകാർ ഇടത്തോട്ട് നടക്കുന്നുണ്ടായിരുന്നു, അല്ലെ? അങ്ങനെ എഴുതാ. അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാം. കുട്ടികളുടെ വാഹനം വലത്തോട്ട് തിരിഞ്ഞു, കൂട്ടുകാർ ഇടത്തോട്ട് നടന്നു, അല്ലെ? എന്താ എഴുതുന്നേ? എഴുതിക്കോ മക്കള്. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞോ? ഇത് ഡിഡ് യു ഫിനിഷ്? ഓൾ ഓഫ് യു? ഓക്കെ. അപ്പൊ ഒരു വാക്യം എഴുതണം. എന്തായിരുന്നു മക്കളെ ആദ്യത്തത്? ഞാൻ ശക്തിയായി മേലോട്ട് ഉയർന്നു. പിന്നെ അതിന്റെ എന്താ എഴുതുന്നത് നമ്മള്? ഞാൻ താഴോട്ട് നോക്കി നിന്നു എന്നതാ, അല്ലെ? എഴുതിക്കോളൂ. നിങ്ങൾ ഒറ്റക്ക് എഴുതുവോ? എഴുതണ്ടേ? മിസ് ഇപ്പൊ എഴുതുന്ന സെന്റൻസ് ആക്കി എഴുതുന്ന ടെക്സ്റ്റിലാണോ എഴുതേണ്ടത് അതോ നോട്ടിലാണോ? ഈ ടെക്സ്റ്റിൽ ഇവിടെ ഒരു ഡേഷ് ഇട്ടിട്ടില്ലേ നമുക്ക് എഴുതാൻ? അവിടെ എഴുതിക്കോ കേട്ടാ. ഞാൻ ശക്തിയായി മേലോട്ട് ഉയർന്നു, എതിർപദം എഴുതി താഴോട്ട് എഴുതിയമ്മ. ഇനി അതിന്റെ താഴെ ഒരു ഡേഷില്ല, അവിടെ എഴുതിക്കോ. കണ്ടോ? ഇതാ ഇവിടെ ഒരു വരയില്ലേ? അടുത്തതിന്റെ നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ താഴോട്ട് നോക്കി നിന്നു. അപ്പൊ താഴോട്ട് വരുമല്ലോ. താഴോട്ട് എന്നതാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്, അല്ലെ? എഴുതുന്നത് താഴോട്ട് നോക്കി നിന്നു. ഓക്കെ, ഇപ്പൊ താഴോട്ട് നോക്കി നിന്നു. അടുത്ത എന്തായിരുന്നു മക്കളെ? കുട്ടികളുടെ വാഹനം വലത്തോട്ട് തിരിഞ്ഞു, കൂട്ടുകാർ ഇടത്തോട്ട് നടന്നു എഴുതിക്കോ. എവിടെ എഴുതുന്നത് മനസ്സിലായല്ലോ?
അപ്പൊ വലത്തോട്ട് നിലന്റെ ഓപ്പോസിറ്റ് വഴി ഇടത്തോട്ട്. ഓക്കെ, അപ്പൊ എല്ലാം കംപ്ലീറ്റ് ആയല്ലോ മക്കളെ? ആറാമത്തത് ആയോ? ഓക്കെ, ഉച്ചക്ക് ശേഷം ആയതുകൊണ്ട് എല്ലാവർക്കും മൂഡ് ഓഫ് ആണോ? മടുത്തോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആറാമത്തെ ആക്ടിവിറ്റീസ് വരെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? പിന്നെന്താണ് അടുത്തത്? അടുത്ത ഇനി അടുത്ത ദിവസത്തേക്ക് വേണോ? മതിയാക്കട്ടെ എന്നാ ക്ലാസ്? ഓക്കെ, എല്ലാവർക്കും ഉഷാറൊക്കെ കുറഞ്ഞു അല്ലേ നികാര? അല്ലേ സെലിന? ആൻഡ്രോസിന് കുറഞ്ഞു, ആലൻ മാത്യുക്കും അല്ലേ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് മതിയാക്കാം അല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ അർത്ഥവും ഇപ്പൊ നമ്മൾ എഴുതിയ ഓപ്പോസിറ്റ് വേർഡ് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ദിവസത്തേക്ക് പഠിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ആ, ഓക്കെ. ഓക്കെ, ബൈ. ഓക്കെ, ബൈ, സി യു. ബൈ. Thank you. Okay, tata. Thank you. Okay, thank you. Welcome. Bye.